ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഞാൻ ഇന്ന് ഒരു മൂവി റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. മൂവി യെസ്റ്റർഡേ ഫ്രം ദ തിയേറ്റേഴ്സ്. ഗൈസ്, ഇറ്റ്സ് സച്ച് എ ഹ്യൂമർ ഫിൽഡ് മൂവി. ലൈക്ക് ഒരു ഡാർക്ക് കോമഡി പടമാണ്. അങ്ങനെ കുറെ ട്വിസ്റ്റ് ഒന്നും ഇല്ല. വി കൻ ആക്ച്വലി പ്രെഡിക്റ്റ് ഓക്കെ ഇതാണ് നടക്കാൻ പോകുന്നത്. ഇറ്റ്സ് എ വെരി പ്രെഡിക്റ്റബിൾ മൂവി. ബട്ട് ഗൈസ്, from the starting of that movie until the end of the movie, it's so fun. Like കുറേ ചിരിക്കാനുണ്ട്. അത്രയും നല്ലൊരു പടമാണ് കേട്ടോ. ഐ ഡോണ്ട് നോ, എനിക്കത് എങ്ങനെ പറയണ്ടെന്നൊന്നും അറിയില്ല. എനിക്കിങ്ങനെ ഈ കുറെ ടെക്നിക്കൽ മൂവി ടേംസ് ഒന്നും അറിയില്ല. എടുത്തു പറയാനുള്ളത് എല്ലാവരും അടിപൊളിയായിരുന്നു. നമ്മുടെ ഷൈജു കുറുപ്പ് ഫ്രം ത്രൂ ഔട്ട് ദ മൂവി വെറുപ്പിക്കാണ്ട് നല്ല രീതിക്ക് കൊണ്ടുപോയ ഒരു പടം എന്ന് വേണമെങ്കിൽ പറയാം. അടിപൊളിയാണ്. ലൈക്ക് ഫുൾ ലെങ്ത്തിൽ ആളുണ്ട് ആ പടത്തിൽ. നല്ല രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ. അതുപോലെ തന്നെ സുരാജ് വെന്നാനോട് കുറെ കാലത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ഇങ്ങനെ നല്ലൊരു റോളിൽ വരുന്നത്. അതുപോലെ വിനയ് ഫോർട്ട്, ഉർവശി സിസ്റ്റർ, അവരുടെ റോള്, അമ്മ റോള്, എൻ്റെ പൊന്നോ, അവരുടെ ആ ഒരു വോയിസും അവരുടെ ആ ഒരു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ടു മെനി കാസ്റ്റ് ഇൻ ഇറ്റ്. അതുപോലെ എടുത്തു പറയാനുള്ള ഒരാളാണ് ബേബി ജീൻ. ഓ മൈ ഗോഡ്, ബേബി ജീൻ എന്നാടാ കാട്ടി വെച്ചേക്കണേ, എന്നെ പണിട്ടിരിക്കടാ അതില്. സൂപ്പറാ മോനെ. നമ്മൾ ഇങ്ങനെ ബേബി ജീനെ കാണുന്ന നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അടിപൊളിയാണ്. ഒന്നും പറയാനില്ല. ആക്ച്വലി നിങ്ങൾ ശരിക്കും കാണണം. ശരിക്കും ഒരു തിയേറ്റർ വാച്ചാണ്. കാരണം ആ ഒരു ഡാർക്ക് കോമഡി കിട്ടണം എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് നിങ്ങൾ എന്തായാലും ഒരു തിയേറ്ററിൽ തന്നെ പോയി കാണും. പിന്നെ നമ്മുടെ ജഗദീഷ്, ലൈക്ക് ആളുടെ റോള് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ there is this two guys, like എനിക്ക് ഒരു പേരറിയില്ല. there's two twins, right? like there's a twin guys. അവരും അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അടിപൊളി ചെയ്തിട്ടുണ്ട്. ലൈക്ക് പിന്നെ രണ്ട് സുഭാഷ് അടിപൊളി. ഒന്ന് ബേബി ജീനാണ്, പിന്നെ മറ്റുള്ള പേര് എനിക്കറിയില്ല. ബട്ട് ആൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ലൊരു പടം. എല്ലാവരും പോയി കാണണം. ഐ ഡോണ്ട് നോ വൈ ദിസ് മൂവി സോ അണ്ടർ റേറ്റഡ്. ബട്ട് ഞാൻ ഇതിനത്ര പ്രൊമോഷൻസ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നമുക്ക് ഇതിന്റെ ഫസ്റ്റ് വേർഷൻ ഉണ്ട്, ഭരതനാട്യം എന്ന് പറഞ്ഞിട്ട്. അത് അങ്ങനെ വലിയ രീതിക്ക് എനിക്ക് തോന്നുന്നു തിയേറ്റേഴ്സിലൊന്നും വല്ലാണ്ട് ഓടിയിട്ടില്ല. ബട്ട് അത് OTT വന്നപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ആൾക്കാർ കണ്ട് ഇരിക്കാനൊക്കെ തോന്നുന്നുണ്ട്. ബട്ട് പാർട്ട് ടു യു ഓൾ ഹാവ് ടു ഗോ ആൻഡ് വാച്ച്. പക്ഷെ പാർട്ട് 1 വാച്ച് ചെയ്യണം. കാരണം അതിന്റെ സെയിം ക്യാരക്ടേഴ്സ് ആണ്. അത് ആ സ്റ്റോറിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ അത്രയുള്ളൂ ഗൈസ്. അപ്പൊ ബൈ.